കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന പരിമല സെമിനാരി മാനേജർ പ്രിയപ്പെട്ട എൽദോ അച്ഛൻ, പ്രിയപ്പെട്ട മാത്യുക്കുട്ടി അച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ 3 നോയമ്പ് സമാപിച്ച് വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണല്ലോ. 3 നോയമ്പിലെ യോനാ പ്രവാചകൻ്റെ പ്രസംഗം 5 വാക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. 5 വാക്കുകൾ കൊണ്ടാണ് നിനുവ നഗരം അനുതാപത്തിലേക്ക് തിരിയുന്നത്. കേവലം 5 വാക്കുകൾ കേട്ടിട്ട് അനുതാപത്തിലേക്ക് നിനുവ നഗരം തിരിയുകയും ദൈവം അവരെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. തിരുവചന ധ്യാനങ്ങൾ നമുക്കൊരു മനം തിരിയലിന് കാരണമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വിശുദ്ധ വേദഭാഗം എബ്രായ ലേഖനമാണ്. പ്രത്യേകിച്ചും 11, 12 അധ്യായങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിൻ്റെ പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ധാരാളം സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടും. അവിടെയൊക്കെ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അവിടെ ലേഖനത്തിൽ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ യാത്രയിൽ ധാരാളം പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ഒക്കെ നമുക്ക് അതിജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3-ാം വാക്യം: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളം ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ യേശുക്രിസ്തുവിനെ ധ്യാനിക്കണം. ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യണം. നമ്മുടെ ഉള്ളം തകരുമ്പോൾ, ക്ഷീണിച്ചു മടക്കുമ്പോൾ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നതാണ്. എന്താണ് വിശ്വാസം എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ വിശ്വാസത്തെപ്പറ്റി അദ്ദേഹം പറയുമ്പോൾ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, ആത്മാവില്ലാത്ത ശരീരം പോലെ. വിശ്വാസം 3 തരത്തിലുണ്ട്. ഡെഡ് ഫെയ്ത്ത് ഉണ്ട്, ഡിമോണിക് ഫെയ്ത്ത് ഉണ്ട്, ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്. നമ്മുടെ ഡെഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ചത്ത വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. പിശാചിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ച് വിറയ്ക്കുന്നുണ്ട്, പേടിച്ച് വിറയ്ക്കുന്നുണ്ട്, പക്ഷെങ്കിൽ പ്രവൃത്തിയില്ല, നിർജീവമാണ്. എന്നാൽ നമ്മുടെയൊക്കെ വിശ്വാസം ആക്റ്റീവായിരിക്കണം, ജീവനുള്ള വിശ്വാസമായിരിക്കണം. ജീവനുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ 1-ാമത്തെ ഒരു പ്രത്യേകത പറയട്ടെ: എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ് വിശ്വാസം. എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ് വിശ്വാസം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13, 12 അധ്യായങ്ങൾ വരങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ്, ആത്മീക വരങ്ങളെപ്പറ്റി. അതിൽ പൗലോസ് ശ്ലീഹ 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പറയുന്നത് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കാനാണ്. അതിശ്രേഷ്ഠമായ ഒരു വരം ഞാൻ കാണിച്ചു തരാം. അത് സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്, അതിശ്രേഷ്ഠ വരം. പക്ഷേ ശ്രേഷ്ഠവരങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3-മാണ് ശ്രേഷ്ഠവരങ്ങൾ. കൊരിന്ത്യ സഭയിൽ വരങ്ങളെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നു. ഏത് വരമാണ് ഏറ്റവും നല്ലത്? രോഗശാന്തി വരമാണോ, പ്രവചനവരമാണോ, പ്രബോധനവരമാണോ, അന്യഭാഷയുടെ വരമാണോ? ഇങ്ങനെയുള്ള വലിയ ചർച്ചകൾ വന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വരമെന്ന് പറയുന്നത് വിശ്വാസവും സ്നേഹവും പ്രത്യാശയുമാണ്. അതിശ്രേഷ്ഠ വരങ്ങളാണ്. അപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനമാണ്. എബ്രായ ലേഖനം 11:6: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. വീണ്ടും പറയുകയാണ്,
ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. നമ്മൾക്കൊക്കെ വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം വേണ്ടിയത്? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. നമ്മളൊക്കെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാറുണ്ടോ? ഉണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ദൈവമുണ്ടെന്ന് പിശാച് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു, എന്നാൽ പ്രവൃത്തിയില്ല. നമ്മളെല്ലാം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് മാത്രമേ അനുഗ്രഹം ദൈവം തരുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ മാർത്ത യേശുവിനോട് പറയുന്നൊരു വാക്യമുണ്ട്. ഇപ്രകാരമാണ്. നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മാർത്ത പറയുകയാണ്, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ പറ്റി പറയുകയാണ്, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, യേശു കല്ലറയ്ക്കൽ ചെന്നു, കല്ലറ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ മാർത്ത പറഞ്ഞു, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ യേശു വീണ്ടും ഒരു കാര്യം പറഞ്ഞു. വീണ്ടും പറയുന്നത് 11:40 പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്ത ദൈവത്തിൽ വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു. നീ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നാൽ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ മാർത്ത പറയുകയാണ്, നാറ്റം വെച്ച് തുറക്കണ്ട. അപ്പോൾ യേശു വീണ്ടും പറയാം, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ സാധിക്കും. ദൈവം നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു തരും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നുണ്ട് വിശ്വാസക്കുറവിനെ പറ്റി, അല്ലേ? ചില രോഗികളെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞു? അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു, അവരുടെ വിശ്വാസക്കുറവിനെ ശാസിച്ചു. തോമാശ്ലീഹായോട് യേശുക്രിസ്തു പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. നമ്മളോട് ദൈവം പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ പലരോടും പറയുന്നത്, വിശ്വസിച്ചത് കൊണ്ട് നിന്റെ സൗഖ്യം വന്നു എന്നാണ്, അല്ലേ? ഇപ്പോൾ യായിറോസ്, മർക്കോസിൻ്റെ വിശേഷം 5-ാം അധ്യായത്തിലെ 36-ാമത്തെ വാക്യത്തിൽ യായിറോസ് എന്ന പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാൻ. സംഭവം നമുക്കറിയാം. ഈ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ യേശുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയ്ക്കാണ് രക്തസ്രാവക്കാരി സ്ത്രീ കയറി വരുന്നത്. ആ തടസ്സത്തിനുള്ളിൽ തന്നെയും യായിറോസിൻ്റെ മകൾ മരിച്ചു എന്നൊരു സന്ദേശവുമായിട്ട് അവൻ്റെ ഭൃത്യൻ യായിറോസിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ടാണ് യേശു പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നീ വിശ്വസിച്ചാൽ നിന്റെ കുഞ്ഞുമകൾ സൗഖ്യമാകും. രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? 5-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉറച്ചു ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കും. ഞാൻ പറയുന്നത്, വിശ്വാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. മർക്കോസിൻ്റെ ശേഷം 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ യേശു തൻ്റെ സ്വന്തം നഗരത്തിൽ ചെന്നു, പൃഥു നഗരത്തിൽ. അവിടെ യേശുവിന് വലിയ അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. കാരണം അവരുടെ അവിശ്വാസമായിരുന്നു. തൻ്റെ സ്വന്തം നഗരത്തിൽ യേശുവിനെ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് യേശുവിനെ അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഉറച്ച വിശ്വാസമാണ്. നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത് അവൻ്റെ കൃപയും അനുഗ്രഹവുമാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ കൃപയും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരുമെന്നുള്ളതാണ്. നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകണം. പരിശുദ്ധ കന്യാമറിയാമിനെ പറ്റി ഇങ്ങനൊരു പ്രാർത്ഥന
ഒരു കൂട്ടർ പ്രാർത്ഥിക്കാറുണ്ട്, ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ച മാതാവേ ഞങ്ങളെ വിശ്വസിക്കുവാൻ പഠിപ്പിക്കണമേ. അമ്മ ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ചെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ച മാതാവേ ഞങ്ങളെ വിശ്വസിപ്പിക്കുവാൻ പഠിപ്പിക്കണമേ. ദുഃഖ ശനിയാഴ്ച വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും നിങ്ങൾക്ക്. മറ്റ് സ്ത്രീകളൊക്കെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ കല്ലറയിൽ പോയപ്പോൾ കന്യമറിയം എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? എന്തായിരിക്കും പോകാത്തതിൻ്റെ കാരണം? അവിടെ എങ്ങും മറിയമിനെ കാണുന്നില്ലല്ലോ. മറിയമിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതായിട്ട് ആ ഭാഗത്തെങ്ങും കാണുന്നില്ലല്ലോ. എന്തായിരിക്കും കാരണം? തൻ്റെ അമ്മയ്ക്ക് മറിയമിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതായത് കാര്യം. അതുകൊണ്ട് തന്നെ പോകാഞ്ഞത്. അല്ലെ സ്വന്തം അമ്മ മകൻ്റെ കല്ലറയ്ക്കൽ പോകുകയില്ലേ? ദുഃഖ ശനിയാഴ്ചയും അമ്മ വിശ്വസിച്ചു തൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് അമ്മയുടെ വിശ്വാസം അത്ര വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ച മാതാവേ ഞങ്ങളെ ഒന്ന് വിശ്വാസം പഠിപ്പിക്കണമേ. ഒരു മനോഹരമായൊരു പ്രാർത്ഥനയാണ് അല്ലേ? അമ്മ എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അങ്ങനെ നമ്മൾ പറയുന്നില്ലേ? യേശുക്രിസ്തു ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ ഓരോ വാക്കുകളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് അമ്മയ്ക്കറിയാമായിരുന്നു തൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലേ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. മരിച്ചവരിൽ നിന്നും അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കണം. എന്നാൽ നീ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുകയും മരിച്ചവരിൽ നിന്നും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും നീ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് നിദാനം അല്ലേ? കാരാഗ്രഹ പ്രമാണിയോട് ശ്ലീഹന്മാർ പറഞ്ഞതുപോലെ, നീ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കണം. നിങ്ങൾ ഈ പരമലപ്പള്ളിയിൽ വരുന്നത് എന്താ? അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയല്ലേ? ഈ പള്ളിയിൽ വന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥനകൾ നടത്തിയാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് വന്നാൽ മാത്രമേ നമുക്കൊരു അനുഗ്രഹം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ പറഞ്ഞത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നമ്മൾ വരുമ്പോൾ തിരുമേനി പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെട്ട് അനുഗ്രഹം തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരും. ഒന്നാമത്തെ പോയിന്റിൽ ഞാൻ മാറുകയാണ്. 2, ശത്രുക്കളെ നിശേഷം പരാജയപ്പെടുത്തുവാനുള്ള ഒരു ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നാമത് പറഞ്ഞത്, എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ് വിശ്വാസം. 2, ശത്രുക്കളെ നിശേഷം പരാജയപ്പെടുത്തുവാനുള്ള ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാവീദും ഗോലിയാത്തും, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഫെലിസ്ത്യമല്ലനായ ഗോലിയത്ത് വന്ന് വെല്ലുവിളിച്ചു. ആരും എതിർക്കാനില്ല. ദാവീദ് തൻ്റെ ഇടപൂർവ്വം വരികയാണ്. പക്ഷെ ദാവീദ് പറഞ്ഞൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17:45, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ആരുടെ നാമത്തിലാണ് വരുന്നത്? ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അതാണ് വിശ്വാസം. കൊച്ചൊരു ബാലൻ വെറും 5 കല്ലും കൊണ്ട് ഒരു കവണയുമായിട്ട് വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മല്ലനായ ഗോലിയത്തിനെ നേരിടാൻ പോകുമ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ നാമത്തിലാണ് നിന്റെ നേരെ ഞാൻ വരുന്നത് അല്ലേ? ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ നാമത്തിലെ ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കാൻ ഒക്കത്തുള്ളൂ. ഈ ശത്രു എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമാണെന്ന് കരുതരുത്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം നമ്മുടെ ശത്രുക്കളാണ് അല്ലേ? പൈശാചിക ശക്തികൾ നമ്മുടെ ശത്രുക്കളാണ്. ഏത് ശത്രുവിനെയും തോൽപ്പിക്കുവാനുള്ള വലിയ ആയുധമെന്ന് പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ നമുക്ക് ശക്തി നൽകുന്നതാണ് വിശ്വാസം. പരീക്ഷണങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് വിശ്വാസമാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നതാണ് വിശ്വാസം.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 1-ാം വാക്യം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിൽ വിശ്വസിക്കുവീൻ. അല്ലേ? ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങണ്ട, കലങ്ങണ്ട. എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ ശരണപ്പെട്ടാൽ മതി, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ദാവീദ് വീണ്ടും പറയുന്നൊരു സങ്കീർത്തന വാക്യമുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രതിബന്ധങ്ങളെ ഞാൻ തരണം ചെയ്യുന്നത് ദൈവത്തെ ഉപയോഗിച്ചിട്ടാണെന്ന്. ആ ഒരു വിശ്വാസം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഞാൻ മറികടക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ? ഒരു ദുരന്തത്തിനും അണച്ചു കളയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകാശം ഉള്ളിൽ കരുതിയിരിക്കുന്ന മനുഷ്യനാണ് വിശ്വാസി. ആരാ വിശ്വാസി? ഒരു ദുരന്തത്തിനും തകർത്ത് കളയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയത്തിൽ വെളിച്ചം സൂക്ഷിക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് വിശ്വാസി എന്ന്. അല്ല, ഏതൊക്കെ ദുരന്തം വന്നാലും, ഏതൊക്കെ സങ്കടങ്ങൾ വന്നാലും, ഏതൊക്കെ വേദനകൾ വന്നാലും നമ്മളെ തകർത്ത് കളയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയത്തിൽ വെളിച്ചം സൂക്ഷിച്ചാൽ നമ്മളൊരു വിശ്വാസിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാകാം. എപ്പോഴാണ്? നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് വിശ്വാസത്തിൽ അല്പം പാളിച്ചകളുണ്ടാകും. എന്താ ദൈവം കേൾക്കാത്തത്? നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ. നമുക്ക് ചില തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ പതറിപ്പോകും. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ചില പ്രതിസന്ധികൾ അടിക്കടി നമ്മളിലേക്ക് വരുമ്പം നമ്മൾ വിശ്വാസത്തിൽ പതറിപ്പോകും. അല്ലേ? ഇയ്യോബിൻ്റെ കാര്യം ശ്രദ്ധിച്ചു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തോട് പറയുകയാണ്, വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോക്കൂ, ദൈവത്തെ ഉപേക്ഷിക്കാൻ. അല്ലേ? പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? നിനക്കിതൊക്കെ ഉണ്ടാകാനുള്ള കാരണം നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ അയൽക്കാരും കൂട്ടുകാരും ഒക്കെ പറയും, നിനക്കത് തന്നെ വരണം, ഇത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണ്. പക്ഷെ അതായിരിക്കണമെന്നില്ലല്ലോ. നമ്മളെ കളിയാക്കും, നമുക്ക് മാനസിക വ്യതകളുണ്ടാക്കും, നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ വരുമ്പോൾ. പക്ഷെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. 1755 ലിപ്സൺ എന്ന് പറഞ്ഞ നഗരത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയുണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായതെന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച രാവിലെ 9:40 അനേകം പേര് മരിക്കപ്പെട്ടു, അനേകർക്ക് മുറിവേറ്റു, അനേവര് അംഗവൈകല്യമുള്ളവരായി മാറി. ഇത് കണ്ടിട്ട് അന്നത്തെ അവിടുത്തെ ഒരു തത്വചിന്തകനായ വോൾട്ടയർ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, വോൾട്ടയർ ഒരു കവിത എഴുതി. ആ കവിത ദൈവത്തെ കുറ്റപ്പെടുത്തിയുള്ളൊരു കവിതയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രമാത്രം കാരുണ്യവാനായ ദൈവം ഇത്രയും പേരെ കൊല്ലുന്ന ഒരു ഭൂകമ്പം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അതും പ്രത്യേകിച്ചും എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത്. ആ ചോദ്യത്തിൽ നമ്മളൊക്കെ പെട്ടുപോകും. അല്ലേ? ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില സങ്കടങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോയവർക്ക് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന് മറുപടി റൂസോ എന്ന് പറഞ്ഞൊരു തത്വചിന്തൻ കൊടുക്കണം. ഇവർ രണ്ടുപേരും സമകാലീനരാണ്, വോൾട്ടയറും റൂസോയും. വോൾട്ടയറിൻ്റെ ആ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരീശ്വരവാദിയായ ആ മനുഷ്യൻ്റെ ചോദ്യത്തിന് റൂസോ ഒരു മറുപടി നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലോ. ചില സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, ചില നാച്ചുറൽ കലാമിറ്റികൾ വരുമ്പോൾ പല നിരീശ്വരവാദികളും ഉയർന്നു വന്നിട്ട് പറയും, ദൈവം എന്തി, ദൈവം എവിടെ പോയി എന്ന്. നമുക്കും ചിലപ്പം തോന്നിയേക്കാം. പക്ഷേ റൂസോ കൊടുക്കുന്ന ഒരു മറുപടി വളരെ മനോഹരമാണ്. ജനങ്ങളെ അവരുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുകയും പരാജയങ്ങളിൽ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ദൈവവിശ്വാസം ഒരു പ്രചോദനമാണ്. മനുഷ്യൻ്റെ പരാജയങ്ങളിൽ അവനെ താങ്ങി നിർത്തുന്നത് ദൈവവിശ്വാസമാണ്. മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ അവനെ ആശ്വസിപ്പിക്കുന്നത് ദൈവവിശ്വാസമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇത്ര ചിത്രങ്ങൾ വരച്ച് മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിടരുത്. വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ആശ്വാസമാകുന്ന ദൈവത്തെ പറ്റി എതിരായി ചിത്രങ്ങൾ വരച്ച് അവനെ ദുഃഖങ്ങളിലേക്ക് വീണ്ടും തള്ളിവിടരുത്. വീണ്ടും അദ്ദേഹം പറയുന്നതാണ്, ശരിയാണ് അദ്ദേഹം പറയുന്നത്,
99% ദുരന്തങ്ങളുടെയും കാരണം മനുഷ്യൻ അവൻ്റെ കഴിവിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ല ദൈവത്തിൻ്റെ കുഴപ്പമല്ല. നമ്മളൊക്കെ പറയും ഇതൊക്കെ ഉണ്ടാകുന്നത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ചില സാഹചര്യങ്ങളിൽ ദൈവം മനുഷ്യൻ തെറ്റായ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി ചില നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകും. പക്ഷെങ്കിൽ 99% ദുരന്തങ്ങളുടെയും കാരണം മനുഷ്യൻ തൻ്റെ കഴിവുകളെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അത് ദൈവത്തിൽ ആരോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീണ്ടും അദ്ദേഹം പറയുകയാണ്, കാരുണ്യവാനായ ദൈവത്തെ പറ്റിയോ ആത്മാവിൻ്റെ അനശ്വരതയെ പറ്റിയോ എനിക്കൊരിക്കലും ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരുണ്യവാനാണ് ദൈവം, ആത്മാവിന് അനശ്വരതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ വന്നിട്ടും ഞാൻ ഒരിക്കലും അതിനെയൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ആശ്വാസവും പ്രചോദനവും നൽകുന്ന ദൈവവിശ്വാസം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? ആശ്വാസവും പ്രചോദനവും നൽകുന്ന ദൈവവിശ്വാസം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസമാണ്, നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ കഷ്ടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്യാൻ വിശ്വാസം ഉപയോഗിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞൊരു ഊർജ്ജമാണ്, ഒരു ശക്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗം ഞാൻ പറയട്ടെ. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എനിക്കത് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട കൊരിന്ത്യ ലേഖനം 2 കൊരിന്തി 4:8. പൗലോസ് ശ്ലീഹ വിശ്വാസത്തിലേറ്റു പറയുന്നൊരു കാര്യമാണ്. നിങ്ങളത് ചങ്കിൽ കൈതൊട്ട് നിങ്ങൾ പറഞ്ഞു, വളരെ മനോഹരമാണ്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടമനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പൗലോസ് ശ്ലീഹ പറയുന്നൊരു കാര്യമാണ്, വിശ്വാസത്തിൽ പറയുകയാണ്, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടമനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവമേൽക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കേട്ടോ, ഉപദ്രവമേറ്റാലും ഉപേക്ഷിക്കപ്പെടത്തില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകത്തില്ല. പൗലോസ് ശ്ലീഹയുടെ വിശ്വാസമാണത്. ദൈവം കൂടെയുള്ളത് കൊണ്ട്, ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടമനുഭവിച്ചാലും ഇടുങ്ങിയിരിക്കത്തില്ല, ബുദ്ധിമുട്ടിയാൽ നിരാശപ്പെടത്തില്ല, ആരൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചാലും ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഞങ്ങൾ വീണുപോയാലും ഒരിക്കലും നിലംപരിചാകുകയില്ല. ശങ്കിൽ കൈവച്ച് പറയാവുന്ന വേദവാക്യമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ കിട്ടുന്ന അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും ഉപദ്രവിച്ചെന്നിരിക്കാം. ഞാൻ പറഞ്ഞ ട്രയൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോട് കൈക്കൊണ്ടു. രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോട് കൈക്കൊണ്ടു, വിത്ത് പീസ്. ഒറ്റുകാരെന്ന് പറയുമ്പം ചാരന്മാരാണ്. ഇസ്രായേൽ ചാരന്മാർ ദേശം ഒറ്റുനോക്കാൻ പോയ സംഭവമാണ്. പക്ഷെങ്കിൽ ഒറ്റുകാർക്ക് ഞാൻ വേറൊരു വാക്ക് കൊടുക്കുകയാണ്, ഇത് ജീവിതത്തിലുണ്ടാകുന്ന ട്രയൽസാണ്, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് ഈ ഒറ്റുകളെന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ ഒറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനത്തോട് കൈക്കൊള്ളണം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോട് സ്വീകരിക്കാൻ കഴിയണം. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ സന്തോഷത്തോട് നേരിടുവാൻ കഴിയണം. രാഘബ് എന്ന് പറഞ്ഞ വേശ്യ അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു? അവളും അവളുടെ കുടുംബവും രക്ഷപ്പെട്ടു. അവിശ്വാസികളോടുകൂടി നശിക്കാതിരുന്നെന്ന് അവിടെ പറയുന്നത്. ഒറ്റുകാരെ സമാധാനത്തോട് കൈക്കൊണ്ടത് കൊണ്ട് അവിശ്വാസികളോടുകൂടി നശിക്കാതിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രയൽസൊക്കെ ഒറ്റുകാരാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ പലരും അസൂയപ്പെടും, നമ്മളെ തകർക്കാൻ പലരും ശ്രമിക്കും, നമുക്കെതിരെ ആക്ഷേപങ്ങൾ പലരും ഉന്നയിക്കും. പക്ഷെ അവിടെയൊന്നും തളരാതെ പിടിച്ചു നിൽക്കണം. അവർക്കെതിരെ നമ്മൾ തിരിയുകയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണ് വേണ്ടത്. നമ്മൾ ശത്രുക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ സാത്താൻ നമ്മളെ പരാജയപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശത്രുക്കളെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരെയും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെയും നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരോടുമൊക്കെ നമുക്ക് ദേഷ്യമല്ല, മറിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ നമ്മൾ അതേ നാണയത്തിൽ എതിരിടാൻ പോകുമ്പോൾ സാത്താൻ വല്ലാതെ നമ്മളെ മുറിവേൽപ്പിച്ചു കളയും. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അതിൽ നിന്നൊരു
വിടുതൽ നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റുകാരെ സമാധാനത്തോട് സ്വീകരിക്കുവാൻ രാഗാബ് എന്ന് പറഞ്ഞ വേശ്യയ്ക്ക് കഴിഞ്ഞു. വേശ്യ, ആ സ്ത്രീയുടെ പ്രത്യേകത ഒരു വേശ്യ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഹാർലറ്റ് എന്നുള്ള പദം ഉപയോഗിച്ചാൽ മതി. അതായത് ഒരു സത്രം നടത്തിപ്പുകാരിയായിട്ട് ചിന്തിച്ചാൽ മതി. അത് വേശ്യ എന്നുള്ള പദം അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ട, ഒരു സത്രം സൂക്ഷിപ്പുകാരി, ഇൻകീപ്പറായിരുന്നവർ അവൾ. പക്ഷെ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനെ സന്തോഷത്തോട് സ്വീകരിച്ചപ്പോൾ അവർക്കൊരു മാറ്റമുണ്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു, സിൻസിയറായിട്ടുള്ള വിശ്വാസം, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യും ആണ്. ആൾട്ടർ യുവർ ഡയറക്ഷൻ. സിൻസിയർ ഫെയ്ത്ത് ആൾട്ടർ യുവർ ഡയറക്ഷൻ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കളയും. ആൾട്ടർ യുവർ ഡയറക്ഷൻ ആൻഡ് ചേഞ്ച് യുവർ ഡെസ്റ്റിനി. സിൻസിയർ ഫെയ്ത്ത് ആൾട്ടർ യുവർ ഡയറക്ഷൻ ആൻഡ് ചേഞ്ച് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധിയെ തന്നെ മാറ്റും. ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിനൊരു ഡയറക്ഷൻസ് ഉണ്ടാക്കും, മാറ്റമുണ്ടാക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ, ജീവിതത്തിൻ്റെ വിധിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. അവിശ്വാസികളോടുകൂടി മരിക്കേണ്ടിയ രാഗാബ് ജീവിച്ചിരിക്കാനുള്ള കാരണം വിശ്വാസത്തോടുകൂടി അവൾ പ്രവർത്തിച്ചു. അവളുടെ ജീവിതത്തിനൊരു ചേഞ്ച് വരുത്തിയത് കൊണ്ടാണ്. വിശ്വാസം ജീവിതത്തെ മാറ്റിമറിക്കണം. സങ്കടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ സന്തോഷത്തോട് സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഖലീൽ ജിബ്രാൻ്റെ ഒരു കോട്ടിങ്സ് പറയട്ടെ. ഏറ്റവും മനോഹരമായ ഒരു കവിയാണ് ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ക്ലേശങ്ങളിൽ നീ പൂക്കളോട് സല്ലപിക്കുന്ന വസന്തത്തെക്കാൾ സന്തുഷ്ടനായിരുന്നു. യേശുവിനെ പറ്റി പറയുന്നതാണ്. നിന്റെ ക്ലേശങ്ങളിൽ നീ പൂക്കളോട് സല്ലപിക്കുന്ന വസന്തത്തെക്കാൾ സന്തുഷ്ടനായിരുന്നു. അല്ലേ? ക്ലേശങ്ങളെ സന്തുഷ്ടകാലമാക്കി മാറ്റുക, ക്ലേശങ്ങളെ വസന്തകാലമാക്കി മാറ്റുക യേശുവിനെ കൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ വസന്തകാലമാക്കി മാറ്റുക, അത് യേശുവിനെ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ട്രയൽസിനെ ഒരു വസന്തകാലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, സങ്കടകാലങ്ങളെ വസന്തകാലമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില പൂക്കൾ ശ്രദ്ധിച്ചു. ചില പൂക്കൾക്ക് സൗന്ദര്യം കാണും, പക്ഷെ മണം കാണത്തില്ല. എന്നാൽ ചില പൂക്കൾക്ക് മണമുണ്ട്, പക്ഷെ സൗന്ദര്യം കാണത്തില്ല. പക്ഷെ റോസിനെ ശ്രദ്ധിക്കും. റോസപ്പുഷ്പത്തിന് സൗന്ദര്യവുമുണ്ട്, മണവുമുണ്ട്. കാരണം എന്തായിരിക്കും? മുള്ളുകൾക്കിടയിലാണത് വളർന്നു വരുന്നത്. എന്നാൽ ചില പുഷ്പങ്ങൾക്ക് സൗന്ദര്യം കാണും, മണം കാണത്തില്ല. ചിലതിന് മണം കാണും, സൗന്ദര്യം കാണത്തില്ല. പക്ഷെ റോസപ്പുഷ്പത്തിന് മണവുമുണ്ട്, സൗന്ദര്യവുമുണ്ട്. കാരണം മുള്ളുകൾക്കിടയിലാണിത് വളരുന്നത്. പ്രതിസന്ധികൾക്കിടയിൽ വളർന്നു വരുന്നവർക്ക് മാത്രമേ ഒരു സൗന്ദര്യവും പരിമളവും ഒക്കെ പടർത്താൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പ്രതിസന്ധികളൊരു സങ്കടമായിട്ട് നമ്മൾ കാണണ്ട. നിങ്ങൾക്കറിയാം, ഈ പാതിരാത്രിയിൽ പറിക്കുന്ന റോസപ്പുഷ്പത്തിൽ നിന്ന് എടുക്കുന്ന അത്തറിനാണ് ഏറ്റവും കൂടുതൽ പരിമളമുള്ളതെന്നാണ് പറയുന്നത്. മിഡ് നൈറ്റിൽ പറിക്കുന്ന, അല്ല രാവിലെ പറിക്കുന്ന പൂവിൽ നിന്നല്ല, അർദ്ധരാത്രിയിൽ വിടർന്ന് പറിച്ചെടുക്കുന്ന പൂവിൽ നിന്നാണ് ഏറ്റവും മനോഹരമായ പരിമളമുണ്ടാകുന്ന അത്തറുണ്ടാക്കുന്നത്. അപ്പം ജീവിതത്തിൻ്റെ രാത്രികളൊക്കെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ നമ്മളെ കൂടുതൽ പരിമളമുണ്ടാക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. വിശ്വാസത്തോടുകൂടി അതിനെയൊക്കെ സ്വീകരിച്ചാൽ നമുക്ക് വലിയ പരിശുദ്ധിയും പരിമളവും പടർത്തുവാൻ കഴിയുമെന്നുള്ളതാണ്. ഈ യാക്കോബിനെ, ഗോത്രപിതാവായ യാക്കോബിനെ ഒന്ന് പരിചയപ്പെടുത്താം. യാക്കോബിൻ്റെ രാത്രി, ജീവിതത്തിലെ 2 രാത്രികൾ. ഒന്നാമത്തെ രാത്രി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമാണ്. ബഥേൽ എന്ന് പറഞ്ഞ പ്രദേശം, അല്ലേ? അപ്പനെയൊക്കെ കളിപ്പിച്ച് ഓടിപ്പോകുമ്പോൾ അദ്ദേഹം ബഥേലിൽ ഒരു രാത്രിയിൽ വന്നിരിക്കുകയാണ്. വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ചെയ്തു തെറ്റായിപ്പോയി. പക്ഷെ ആ സങ്കടത്തിൽ അദ്ദേഹം മനോഹരമായൊരു ദൃശ്യം കണ്ടു. എന്ത് ദൃശ്യമുണ്ട്? സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അല്ലേ? സ്വർഗീയ മാലാഖമാര് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന മനോഹരമായൊരു ദൃശ്യം കണ്ടു രാത്രിയിൽ. വലിയ പ്രതിസന്ധികളിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രാത്രി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രാത്രിയിൽ, നമ്മുടെ ജീവിതത്തിൽ ചില രാത്രി അനുഭവങ്ങൾ ഉണ്ടാകും. ചില ട്രയൽസുകൾ രാത്രിയുടെ അനുഭവം പോലാണ്. പക്ഷെ അവിടെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിച്ചു. അതിനേക്കാൾ നല്ല ദൃശ്യമായിരുന്നു 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ.
അതിനേക്കാൾ മനോഹരമായ ദൃശ്യം 32-ാം അധ്യായത്തിൽ അദ്ദേഹം കാണുകയുണ്ടായി അല്ലേ? അദ്ദേഹം കാണുന്നത് ലാബാന്റെ ഭവനത്തിൽ നിന്നും തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുന്ന മനോഹര ദൃശ്യം എന്തായിരിക്കും? യേശു ദൈവവുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തം അല്ലേ? ആദ്യം സ്വർഗീയ മാലാഖമാരെ കണ്ടെങ്കിൽ രണ്ടാമത് ദൈവത്തെ തന്നെ നേരിട്ട് കണ്ട് ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുകയാണ്. ആ മൽപ്പിടുത്തത്തോടു കൂടി അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. ഞാൻ പറഞ്ഞു, ഒരു മാറ്റമുണ്ടായി, ഡയറക്ഷൻസിൽ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അദ്ദേഹത്തിനൊരു ഉളുക്ക് കിട്ടി. അദ്ദേഹത്തിനൊരു ഉളുക്ക് കിട്ടി, തൊടയിലൊരു ഉളുക്ക് കിട്ടി. അതൊരു ഡിസബിലിറ്റി അല്ല, മറിച്ച് ഡിഫറൻ്റലി ഏബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസബിലിറ്റിയെ പറയുന്നത് ഡിഫറൻ്റലി ഏബിൾ ആണല്ലോ. വ്യത്യസ്തമായൊരു കഴിവാണ് കിട്ടിയത്. ആ ഉളുക്ക് കിട്ടിയതോടുകൂടി യാക്കോബ് പിന്നെ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കൊടുത്തെന്നാണ് പറയുന്നത്. ചില ബലഹീനതകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കും. അതുവരെ ദൈവത്തിൻ്റെ കയ്യിലല്ലായിരുന്നു. അപ്പനെയും കളിപ്പിച്ച് ചേട്ടനെയും കളിപ്പിച്ച് ലാബാന്റെ ഭവനത്തിൽ ചെന്ന് ലാബാനെയും കളിപ്പിച്ച് ഓടി വരുന്ന മനുഷ്യൻ ദൈവവുമായൊരു അഭിമുഖം നടത്തി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊരു ഉളുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ തുടർന്നുള്ള ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ചില ബലഹീനതകളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കുകയില്ലേ? അപ്പം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ചില ബലഹീനതകൾ നല്ലതാണ്. ചില ബലഹീനതകൾ നല്ലതാണെന്ന് പൗലോസ് പറയുന്നില്ലേ? അദ്ദേഹം കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ അദ്ദേഹം പറയും, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. ബലഹീനതയിൽ പ്രശംസിക്കുന്ന പൗലോസ് ലീഗ. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ പ്രശംസിക്കാറുണ്ടോ? എന്തായിരുന്നു പൗലോസ് ലീഗയുടെ ബലഹീനത? തൻ്റെ ശരീരത്തിലൊരു രോഗമുണ്ടായിരുന്നു. എന്താ രോഗമെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തോ ഒരു രോഗമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഒരു ശൂലം ദൈവം എനിക്ക് തന്നു. അതൊരു സാത്താൻ്റെ ദൂതനായിരുന്നു. എന്നെ കുത്തുവാൻ ഒരു സാത്താൻ്റെ ദൂതനെ ദൈവം ഏർപ്പെടുത്തി. അതൊരു ശൂലമായിരുന്നു. പക്ഷെ അതൊരു ബലഹീനതയാണ്. ആ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യാണ്? പ്രശംസിക്കുകയാണ്. ആ ബലഹീനതയിൽ പ്രശംസിക്കാൻ കാര്യം എന്താണ്? ബലഹീനത കൊടുക്കാനുള്ള കാരണം എന്താണ്? വെളിപാടുകളുടെ ആധിക്യത്തിൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അതാ കാരണം. എന്തിനാണ് ആ ബലഹീനത കൊടുത്തത്? വെളിപാടുകളുടെ ആധിക്യത്തിൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതൊരു ഗ്ലോറിയസ് വീക്ക്നെസ്സാണ്. ചില വീക്ക്നെസ്സൊക്കെ ഗ്ലോറിയസ് ആയി മാറും. ചില ബലഹീനതകളൊക്കെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില ബലഹീനതകളോ സങ്കടങ്ങളോ കണ്ണുനീരുകളോ വേദനകളോ ഒക്കെ ദൈവം തരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മഹത്വത്തിന് വേണ്ടിയാണ്. അതിൽ പൗലോസ് ലീഗ സന്തോഷിക്കുകയാണ്. പ്രാർത്ഥിച്ചു മാറാൻ വേണ്ടി, പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ സാധിച്ചു. അപ്പോൾ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന ഒരു പൗലോസ് ലീഗയാണ് കാണുന്നത്. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയണം. എന്തിനാ അത് ബലഹീനതയെ പ്രശംസിക്കുന്നത്? ബലഹീനതയുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കൂടുതൽ പെരുകുന്നത്. ദൈവത്തിൻ്റെ കൃപ കൂടുതൽ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മളിൽ ബലഹീനത ഉണ്ടാകുമ്പോഴാണ്. ബലഹീനത ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. യാക്കോബിന് ഉളുക്ക് പറ്റിയപ്പോൾ പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചത് ദൈവമാണ്. നമ്മുടെ ചില ബലഹീനതകൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട് 12-10 ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. ചില നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ? നമ്മൾ നെഗറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കാനുള്ളൊരു ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതൊരു നെഗറ്റീവ് ഫീലിങ്സിൻ്റെ തോൽപ്പിക്കാൻ കഴിയണം. ചില നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്. അഹന്തകളും അഹങ്കാരവും താൻപൊരിമയും കോപവും പിണക്കവും ദേഷ്യവും ധാർഷ്ട്യവും ജാരശങ്കയും ഒക്കെ നെഗറ്റീവ് ഫീലിങ്സാണ്. ആ നെഗറ്റീവ് ഫീലിങ്സിനെ തോൽപ്പിക്കാൻ കഴിയണം. അതിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സിനെ തോൽപ്പിക്കുവാൻ കഴിയണം.
നമുക്കറിയാം അത് യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, പൗലോസ്ലിഹായുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി അല്ലേ? യാക്കോബിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഏതാണ്? ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. നമ്മുടെ ജീവിതത്തിലും ചില ഒരു ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകണം. പൗലോസ്ലിഹായുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദമസ്കോസ് സംഭവമാണ് അല്ലേ? അതുവരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ നടന്ന പൗലോസ് ആ ടേണിംഗ് പോയിന്റ് ഉണ്ടായതോടുകൂടി ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായി മാറുകയാണ്. സക്കായിയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി അല്ലേ? ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. സക്കായിയുടെ വീട്ടിൽ ക്രിസ്തു ചെന്നു. യഥാർത്ഥത്തിൽ സക്കായിയെ ചിന്തിക്കുമ്പോഴേ സമ്പന്നനായി ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു, സമ്പത്തില്ലാത്തവനായി ജീവിക്കേണ്ടി വന്നു. ശ്രദ്ധിച്ചേ, അയാൾ കൊടുത്തപ്പോൾ അയാൾക്കൊന്നുമില്ലാതായി. ഇരട്ടിയൊക്കെ കൊടുത്തത്, 4 ഇരട്ടി, പകുതി, സമ്പത്തിൻ്റെ പകുതി, അന്യായം മേടിച്ചിൻ്റെ 4 ഇരട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ എന്തോ കാണും. പക്ഷെ അയാൾക്ക് ഒന്ന് കിട്ടി, ആന്തരികമായൊരു സന്തോഷം കിട്ടി. സർവ്വതും നഷ്ടപ്പെടുത്തിയപ്പോൾ ആന്തരികമായൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയ എല്ലാ കാര്യങ്ങളെയും ഇറക്കി വെക്കാൻ സാധിച്ചു. നമ്മുടെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് ഫീൽസിനെയൊക്കെ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ സംതൃപ്തി ഉണ്ടല്ലോ, ഒരു സന്തോഷം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് പോകും. നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കുന്നത്? അസൂയയില്ലേ, അഹങ്കാരമില്ലേ, അകന്തകളില്ലേ, എന്തെല്ലാം നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്. ആ നെഗറ്റീവ് ഫീലിങ്സിനെയൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒരു ആത്മീക നിറവ്, വളരെ സന്തോഷമായിരിക്കും പിന്നെ കിട്ടുന്നത്. സക്കായിക്ക് അങ്ങനെ ഒരു അനുഗ്രഹമാണ് കിട്ടിയത്. പോട്ടെ, അപ്പം ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നത് ദൈവവിശ്വാസമാണ്. സങ്കടങ്ങളെ രാഗാവ് സങ്കടങ്ങളെ സന്തോഷത്തോട് സ്വീകരിച്ചു. മോശയും ഈ എബ്രായ ലേഖനത്തിൽ മോശയും ഈ 11-ാം അധ്യായത്തിൽ മോശയെ പറ്റിയും അബ്രഹാമിനെ പറ്റിയാണ് കൂടുതൽ വിവരിക്കുന്നത്. കാരണം മോശയെ പറ്റി എന്നാ പറയുന്നത്, മോശ ചെയ്തെന്താണ്? മോശ കഷ്ടത തെരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. മോശ ദൈവജനത്തോടുള്ള കഷ്ടത തെരഞ്ഞെടുത്തു. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്താണ്? മെച്യൂരിറ്റി ഉണ്ടാകുമ്പോഴാണ് നല്ല തെരഞ്ഞെടുപ്പ് നടത്താനൊക്കത്തുള്ളൂ. മോശ തെരഞ്ഞെടുത്തത് നമ്മുടെ ദൃഷ്ടിയിൽ വളരെ നല്ലതാണോ? പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലതായിരുന്നു. മിസ്രൈമിൻ്റെ ഭരണാധികാരി ആകേണ്ടിയ മോശ അതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവജനത്തോടുള്ള കഷ്ടത തിരഞ്ഞെടുത്തു. മോശയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു, സവറിങ് പീപ്പിൾ ദൈവത്തിൻ്റെ ജനമാണ്, സവറിങ് പീപ്പിൾ ഗോഡ്സ് പീപ്പിൾ ആണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. കഷ്ടത അനുഭവിക്കുന്ന ജനം ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള ഒരു ബോധ്യമാണ് മോശയെ കൊണ്ട് കഷ്ടപ്പെടുന്ന ജനതയോടുകൂടി ചേരുവാൻ തയ്യാറായത് മോശ. പക്ഷെ മിസ്രൈമിൽ താമസിച്ചിരുന്നെങ്കിൽ ഫറവോൻ്റെ മകനായി അടുത്ത ഫറവോയായിട്ടൊക്കെ താമസിക്കാമായിരുന്നു. പക്ഷെ മോശ അത് ചെയ്തില്ല. മോശയെപ്പോലെ മോശ ഒരു മിറക്കിൾ ചൈൽഡാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മോശയെപ്പോലെ ഒരു മിറക്കിൾ ചൈൽഡ് ഇല്ല. എന്താ മിറക്കിൾ ചൈൽഡാന്ന് പറയാൻ കാര്യം? ജനിച്ചു വീഴുന്ന കൊല്ലപ്പെടേണ്ടിയവനാണ്. പക്ഷെ അമ്മയപ്പന്മാർ മോശ സുന്ദരനാണെന്ന് കണ്ടിട്ട് രാജാവിൻ്റെ കോപത്തെ ഭയക്കാതെ ഞാങ്ങണപ്പെട്ടിയിൽ വിട്ടു. ഒരു മിറക്കിൾ ചൈൽഡാണ് അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിങ്ങളൊരു അത്ഭുതമാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു അത്ഭുതമാണെന്ന്? ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ, നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളൊരു അത്ഭുതമാണെന്ന്. എന്നേ മരിക്കേണ്ടിയവരായിരുന്നു, എന്നേ ചില രോഗങ്ങളൊക്കെ പിടിപെടേണ്ടിയായിരുന്നു, ജോലിയൊന്നുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ നടക്കേണ്ടിയവരായിരുന്നു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ജീവിക്കേണ്ടിയവരായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ ഒരു അത്ഭുതമല്ലേ? മോശ ഒരു അത്ഭുതമാണ്. സങ്കീർത്തനക്കാരൻ വെറുതെ അല്ല പറയുന്നത് നിങ്ങളൊരു അത്ഭുതമാണെന്ന്. അത്ഭുതമായത് കൊണ്ടാണ് കൊല്ലാൻ നിശ്ചയിച്ചവൻ്റെ വീട്ടിൽ വളരാൻ സാധിച്ചത്. ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമൊക്കെ നോക്കുകയും കൊല്ലാൻ തയ്യാറായവൻ്റെ വീട്ടിൽ പോയി സുഖമായിട്ട് കഴിയാൻ ദൈവം ഇടയാക്കിയത് മോശ ഒരു അത്ഭുതമായതുകൊണ്ടാണ്. നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്നവൻ്റെ മുന്നിൽ വളരാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രം തന്നെയാണ് അല്ലേ? നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തലനിവർത്തി നിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. ആ മോശയാണ് എന്ത് ചെയ്തത്? ദൈവജനത്തോടുള്ള കഷ്ടത തിരഞ്ഞെടുത്തത്. ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മളെ സാത്താൻ വല്ലാതെ ഇട്ട് പാറ്റിക്കളയും. ലൂക്കോസിന്റെ ശേഷം
22:31 യേശു ശീമോനോട് പറയുന്നുണ്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു പത്രോസിനും ശിഷ്യന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി. സാത്താൻ കോതമ്പ് പോലെ ഇട്ട് പാറ്റിക്കളയും. അതുകൊണ്ടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എബ്രായ 1:1 എന്താ പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഉറപ്പാണ് പ്രിയരെ. ഞാൻ ഉറപ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പതിര് പോലാകരുതെന്ന്. പതിര് പോലായാൽ, വിശ്വാസത്തിൽ പതിരായി കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ വല്ലാതെ തൂകിക്കളയും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ്. യേശു പോലും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തിൽ അവരെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി, അല്ലേ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിലെ ഒരു സംഭവം, ബെൽസസർ എന്ന് പറഞ്ഞ രാജാവാണല്ലോ. നെബൂഖദ്നേസറിന് ശേഷം വരുന്ന ബെൽസസർ രാജാവ്. ബെൽസസർ രാജാവ് ഒരു കാര്യം ചെയ്തു. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയം പിടിച്ചടക്കിയിട്ട് അവിടുന്ന് പൂജാപാത്രങ്ങൾ മുഴുവൻ പിടിച്ചുകൊണ്ടിങ്ങി പോരുന്നല്ലോ. പക്ഷെ ബെൽസസർ രാജാവായി കഴിഞ്ഞപ്പോൾ ഈ പാത്രങ്ങൾ എടുപ്പിച്ചിട്ട് അതിൽ മദ്യം കുടിക്കാൻ തുടങ്ങി, മദ്യം വിളമ്പി. രാജാവിൻ്റെ ഭാര്യയും മക്കളും സുഹൃത്തുക്കളും എല്ലാം കൂടെ പൂജാപാത്രം എടുത്തിട്ട് അതിൽ മദ്യം വിളമ്പി ആസ്വദിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഉടൻ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഭിത്തിയിൽ കൈകൊണ്ടൊരു എഴുത്ത് കണ്ടു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ വിളിച്ചിട്ട് അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ഒരു വാക്യം ശ്രദ്ധിച്ചോ, 27-ാമത്തെ വാക്യം, തുലാസിൽ നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജസ്ഥാനം മാറാൻ പോകുകയാണ്. നിന്റെ രാജ്യമെടുത്ത് ഞാൻ മേത്യർക്കും പാർശ്യർക്കും കൊടുക്കാൻ പോകുകയാണ്. നമ്മളെയൊക്കെ ഒന്ന് തൂക്കി നോക്കിയാൽ നമുക്ക് വല്ല ബലം കാണുമോ? അതുകൊണ്ട് നല്ല ബലമുണ്ട്, 100, 120, 80 ഒക്കെ കിലോ ഉണ്ട്. പക്ഷേ വിശ്വാസത്തിൽ എന്തുണ്ട്? വിശ്വാസത്തിൽ നമുക്ക് എന്തെങ്കിലും തൂക്കമുണ്ടോ? വിശ്വാസത്തിൽ തൂക്കമില്ലെങ്കിൽ സാത്താൻ നമ്മളെ വല്ലാതെ പാറ്റിക്കളയും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ ദൈവം തുലാസിൽ തൂക്കിയാൽ നമ്മൾ എങ്ങനെയാണ്? ഒന്നാമത് ഞാൻ പറഞ്ഞത് എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. 2, ജീവിതത്തിൽ ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള, പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ആയുധം വിശ്വാസമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അതിനെ തോൽപ്പിക്കുവാനും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നത് വിശ്വാസമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായല്ലോ. 2 പരീക്ഷണങ്ങളാണ്: ദേശം വിട്ടു പോകുക, 2 മകനെ കൊടുക്കുക. ഈ 2 പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ പറ്റി യാക്കോബ് ശ്ലീഹയുടെ ലേഖനമൊക്കെ പറയുന്നത്. 2 പേരുടെ പേര് പ്രധാനമായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, രാഘവിൻ്റെയും അബ്രഹാമിൻ്റെയും. 2 പേരെയും നല്ല മാതൃകയാണ്, പ്രവർത്തികളുടെ മാതൃകയായിട്ടാണ് ഇവരെ 2 പേരെയും കണ്ടേക്കുന്നത്. യാക്കോബ് ശ്ലീഹ രാഘവിനെയും അബ്രഹാമിനെയും പറ്റി പറയുന്നത് അവർ പ്രവർത്തികളുടെ മാതൃകയായിരുന്നു. അബ്രഹാം പ്രവൃത്തി ചെയ്തു, വിശ്വാസം മാത്രമല്ലായിരുന്നു, പ്രവൃത്തിയും ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസ് സഹോദരയുടെ ഒരു പ്രസംഗമാണല്ലോ. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മെസോപ്പൊത്തോമിയയിൽ വെച്ച് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടെന്നാണ്. അത് ഹാരാനിൽ വന്ന് താമസിക്കുന്നതിന് മുമ്പ്. അങ്ങനെയാണ് അബ്രഹാം ഇറങ്ങിപ്പുറപ്പെടുന്നത്. അബ്രഹാം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യത്തിൽ അവർ ഹാരാനിൽ വന്ന് താമസിച്ചു. എന്നാൽ വീണ്ടും ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ദൈവവിളി അബ്രഹാമിനുണ്ടാകുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ. ആ 15 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തൊരു ദൈവവിളി ഉണ്ടായി. ആ ദൈവവിളിയിൽ അബ്രഹാം ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഹാരാൻ വിട്ടു എന്ന് പറയും. ഹാരാൻ എന്നൊരു വാക്കിന് ചില ആൾക്കാർ കൊടുക്കുന്ന ഒരർത്ഥം ഗുഹകളെന്നാണ്. ഹാരാൻ എന്ന വാക്കിന് ഒരർത്ഥം കൊടുക്കുന്ന ഗുഹകൾ. ഗുഹകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന് വേണേൽ പറയാം. നമ്മൾ ആശ്രയം വെക്കുന്ന ചില ഗുഹകളുണ്ടല്ലോ, 5 ഗുഹകൾ, ഇന്ദ്രിയങ്ങളുടെ 5 ഗുഹകൾ. ആ ആശ്രയങ്ങളിൽ നിന്നെല്ലാം അബ്രഹാം മാറാൻ തുടങ്ങി. അവിടുന്ന് പുറപ്പെട്ടപ്പോഴാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അബ്രഹാം വിജയിക്കുകയാണ്. തൻ്റെ ഏകജാതനെ ദാനം കൊടുക്കാൻ അബ്രഹാം തയ്യാറാക്കുകയാണ്. അബ്രഹാം അവിടെ പ്രത്യേകം അബ്രഹാമിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം ദാനം കൊടുത്തപ്പോൾ മരിച്ചാലും ഇസ്ഹാക്കിനെ ഉയർപ്പിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിച്ചെന്നാണ് പറയുന്നത്. അത്ര വലിയ വിശ്വാസമായിരുന്നു. തൻ്റെ മകനെ യാഗം കൊടുത്താലും അതിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം, അതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടതകളിലെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് വിശ്വാസം ഉപയോഗിക്കണം. മൂന്നാമതൊരു വാക്യം പെട്ടെന്ന് ഞാൻ പറയുകയാണ്. വിശ്വാസം പ്രാർത്ഥനകൾക്ക് ചിറകുകൾ നൽകുന്നു. ഒന്ന്, വിശ്വാസം എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ്. രണ്ട്, ശത്രുക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നതിനുള്ള ആയുധമാണ് വിശ്വാസം. മൂന്ന്, വിശ്വാസം പ്രാർത്ഥനകൾക്ക് ചിറകുകൾ നൽകുന്നു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ആബേലിനെ പറ്റി എബ്രായ ലേഖനം 11:4, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനു കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്തോടു കൂടിയാണ് യാഗം കഴിച്ചത്. വിശ്വാസത്തോട് യാഗം കഴിച്ചതുകൊണ്ട് ദൈവം അതിനെ സ്വീകരിച്ചു. പക്ഷെ കയീൻ്റെ യാഗം യഹോവ സ്വീകരിച്ചില്ല. എന്താ ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത? അത് റൈറ്റ് സ്പിരിറ്റിലുള്ളതായിരുന്നു. ഹാബേലിൻ്റെ യാഗം ഒരു റൈറ്റ് സ്പിരിറ്റിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ദൈവം സ്വീകരിച്ചത്. കയീൻ്റെ യാഗത്തിനൊരു സ്പിരിറ്റില്ലായിരുന്നു. ക്രമമില്ലാത്ത ആരാധനയായിരുന്നു. ആരാധനയ്ക്ക് ക്രമം വേണം. ഹാബേലിൻ്റെ ആരാധന ക്രമമുള്ളത് ആരാധനയായതുകൊണ്ട് ആ ആരാധന ദൈവം സ്വീകരിച്ചു. കയീൻ്റെ ആരാധനയ്ക്കൊരു ക്രമമില്ലായിരുന്നു. ക്രമമില്ലെങ്കിൽ എന്തോ ഉണ്ടാകും? ക്രമത്തിൻ്റെ ഓപ്പോസിറ്റ് അക്രമമാണ്. ക്രമമില്ലെങ്കിൽ അക്രമം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമമില്ലാത്ത വരുമ്പോഴാണ് ജീവിതം അക്രമമുള്ളതായി മാറുന്നത്. അപ്പോൾ ജീവിതം ക്രമമുള്ളതാകണം, ആരാധനയും ക്രമമുള്ളതാകണം. അതുമാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അബ്രഹാമിലേക്ക് തന്നെ വരാം. അബ്രഹാമിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചു. അബ്രഹാം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഈരേ, അല്ലേ? യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. ആരോട് പറഞ്ഞത്? ഇസ്ഹാക്കിനോട് പറഞ്ഞു. ഇസ്ഹാക്ക് ചോദിച്ചു, അപ്പം യാഗത്തിനുള്ള വിറകും തീയും ഉണ്ട്, പക്ഷെ യാഗത്തിനുള്ള ആടന്തി. അബ്രഹാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. നമുക്കങ്ങനെ ഒരു വിശ്വാസം വേണം. ദൈവം കരുതിക്കൊള്ളും. എപ്പോഴാ? നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവം കരുതിക്കൊള്ളും. അതാണ് ലോർഡ് വിൽ പ്രൊവൈഡഡ് വാട്ട് ഈസ് നീഡഡ്. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും വിശ്വാസിക്ക് വേണ്ടി. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, 2 കൊരിന്ത്യർ 10:14, 2 കൊരിന്ത്യർ 10:4, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിച്ച് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എല്ലാ കോട്ടകളെയും തകർക്കുവാൻ തക്ക ശക്തിയുള്ളവയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി അടുത്താൾ റേഡിയോയിൽ ഒരു പ്രാർത്ഥനയെ പറ്റി ഒരു കാര്യം കേട്ടു. അതിനകത്തൊരു സംഭവം പറയുന്നുണ്ട്. ആ സംഭവ പ്രകാരമാണ്, ഒരു നിരീശ്വരവാദിയായ ഡോക്ടർ, അയാൾ വലിയൊരു ക്യാൻസർ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ടാകുകയാണ്. അദ്ദേഹം താമസിക്കുന്നതും വളരെ വിദൂര സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. ആ മീറ്റിങ്ങിൽ പോകാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. എയർപോർട്ടിൽ ചെന്നു, ഫ്ലൈറ്റ് കയറി. പക്ഷേ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥ പ്രതികൂലമായി. അദ്ദേഹം പോകണ്ടാത്ത വേറൊരു എയർപോർട്ടിൽ ഈ വിമാനം ഇറക്കേണ്ടി വരികയാണ്. ആ വിമാനം അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ പെട്ടെന്ന് പോകണം. അന്നത്തെ ദിവസം തന്നെ ആ മീറ്റിങ്ങിൽ ചെല്ലേണ്ടതാണ്. പക്ഷേ വിമാനം റദ്ദ് ചെയ്തു. അദ്ദേഹം ആശങ്കാകുലനായി. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങി അവിടെ റെൻ്റേ കാർ വാങ്ങി അദ്ദേഹം സ്വയമായിട്ട് കാർ ഓടിച്ചു പോവുകയാണ്. പക്ഷേ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുകയാണ്. വലിയ മഴയുണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു. കാറിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ മഴയാണ്. എന്നാലും കുറച്ചൊക്കെ ഓടിച്ച് അദ്ദേഹം ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയം വന്നപ്പം അദ്ദേഹം ഒരു വീടിൻ്റെ അടുക്കൽ കാറ് നിർത്തി. ആ മഴയത്ത് അദ്ദേഹം നനഞ്ഞു കുളിച്ച് ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് ബെല്ലടിച്ചു.
ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീടിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത്. തുറന്നൊരു സ്ത്രീ വന്നു. ഈ നനഞ്ഞു കുളിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ആ സ്ത്രീ പറഞ്ഞു, അകത്ത് കയറി വരൂ, നല്ല ചൂടുള്ള ചായ തരാം. അങ്ങനെ ഈ ഡോക്ടർ അകത്ത് കയറി. ഡോക്ടറാണെന്നും ഈ സ്ത്രീക്ക് അറിയത്തില്ല. ഡോക്ടർ അകത്ത് കയറി ചൂടുള്ള ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടർ ഈ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് വാതിൽ തുറക്കാൻ ഇത്രമാത്രം താമസിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥന നടത്തുകയായിരുന്നു, ഞാൻ ദൈവവുമായിട്ട് സംസർഗത്തിലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, താങ്കൾക്ക് ഇത്രമാത്രം പ്രാർത്ഥിക്കാൻ എന്താണ്? ഇയാളൊരു നിരീശ്വരവാദിയാണ്, എന്താണ് ഇത്രമാത്രം പ്രാർത്ഥിക്കാനുള്ളത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ മാരകമായ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലാണ്. നിരന്തരമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി. ഇന്നലെ വൈകിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനം കിട്ടി, ഒരു സ്വപ്നം കിട്ടി. ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ നിങ്ങളുടെ അടുക്കൽ വരികയും നിങ്ങളുടെ കുട്ടിക്ക് സൗഖ്യം കിട്ടുകയും ചെയ്യുമെന്നുള്ളൊരു ദർശനമാണ് കിട്ടിയത്. ഈ സ്ത്രീക്കറിയത്തില്ല ഇയാൾ ഡോക്ടറാണെന്ന്. ഈ സ്ത്രീ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തനിക്ക് എത്താനൊക്കാതിൻ്റെ കാരണം, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായത്, മറ്റൊരു എയർപോർട്ടിൽ ഇറങ്ങി കാറ് പിടിച്ച് യാത്ര ചെയ്യേണ്ടി വന്നത്, മഴ കാരണം ഈ വീട്ടിൽ കയറേണ്ടി വരുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. ഈ മനുഷ്യൻ ഈ കുഞ്ഞുകുട്ടിയെ തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുകയും ചികിത്സിച്ച് ക്യാൻസർ രോഗം ഭേദമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ മനുഷ്യൻ നിരീശ്വരവാദിയായി, ഈ മനുഷ്യൻ ദൈവവിശ്വാസിയായി മാറി. ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും പ്രിയരെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ വന്ന് കണ്ണുനീരൊഴുക്കി ചങ്ക് തകർന്ന് വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരിച്ചു പോകും. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഹാബേലിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു, കയീൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ല. ശമൂവേലിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ല. കാരണം ആ പ്രാർത്ഥനയ്ക്കകത്ത് അനുസരണമില്ലാത്ത പ്രാർത്ഥനയായിരുന്നു. യഹോവ പറഞ്ഞത് കേൾക്കാതെ ഒരു യാഗം കഴിച്ചത് കൊണ്ട് ദൈവം ആ യാഗത്തെ സ്വീകരിച്ചില്ല. എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. കാരണമുണ്ട്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാനുള്ള ഒരു കാരണം, അത് പശ്ചാത്താപമുള്ള പ്രാർത്ഥനയായിരുന്നു. രണ്ട്, ആരെയും കുറ്റപ്പെടുത്താതെ തന്നെ മാത്രം കുറ്റപ്പെടുത്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആഴത്തിൽ നിന്നുള്ള നിലവിളിയായിരുന്നു. നിങ്ങളും ചങ്ക് തകർന്ന് ആഴത്തിൽ നിന്നും യഹോവയോട് നിലവിളിച്ചാൽ, നമ്മുടെ പശ്ചാത്താപത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ, ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥനകൾ, ക്രമമുള്ള പ്രാർത്ഥനകൾ നടത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ മരിച്ച ശേഷവും ഹാബേൽ എന്ത് ചെയ്യുകയാണ്? സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തൊരു അത്ഭുതമാണ്! വിശ്വാസത്തിൽ ജീവിച്ച ഹാബേൽ, വിശ്വാസത്തോട് യാഗം കഴിച്ച ഹാബേൽ മരിച്ച ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചതിന് ശേഷവും വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരിമളത്തിലേക്ക് അങ്ങനല്ലേ? മരിച്ചതിന് ശേഷവും വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധന്മാരങ്ങനല്ലേ? മരിച്ചതിന് ശേഷവും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ എബ്രായ ലേഖനം പരിശോധിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെയുള്ള വിശ്വാസ വീരന്മാർ മുഴുവൻ അദൃശ്യ ദൈവത്തെ കണ്ടിട്ടാണ് പോകുന്നത്. അവരൊരു നഗരം സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? ഒരു നഗരം അവർക്ക് വേണ്ടി ഒരുക്കി. ആരാ ഒരുക്കിയത്? ഒരു വലിയ ശില്പി. ആ ശില്പി ദൈവമാണ്. ദൈവമാകുന്ന ശില്പി ഒരുക്കിയുന്ന വലിയൊരു നഗരം അവർ കണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണ് അവർ ജീവിച്ചത്. ആബേലൊക്കെ ആ നഗരത്തിലാണ് പോയത്. ഹാനോക്കൊക്കെ ആ നഗരത്തിലാണ് പോയത്. അബ്രഹാമൊക്കെ ആ നഗരത്തിലാണ് പോയത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും പറയുന്നത്, 2 കൊരിന്ത്യർ 4:18, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണുന്നതോ നിത്യം. കാണുന്നതിനെയല്ല കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായതിനെയല്ല ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ മരിക്കാൻ കഴിയണം. ആബേൽ വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ, ഞാൻ പേടിപ്പിക്കുകയല്ലേ, മരിക്കുമല്ലോ, നമ്മളെല്ലാം മരിക്കുമല്ലോ. വിശ്വാസത്തിൽ മരിക്കാൻ കഴിയണം.
വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കണം. വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ലൂക്കോസിന്റെ വിശേഷം 23:42 വലത്തുഭാഗത്തെ കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണം. അതൊരു വിശ്വാസമാണ്. യേശു രാജത്വം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം. യേശു ദൈവമാണെന്നും ദൈവം രാജത്വം പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഈ കള്ളൻ വിശ്വസിച്ചു. എപ്പോഴാണ് വിശ്വസിച്ചെന്ന് ഓർത്തോണം? യേശു ക്രൂശിൽ മരിക്കാൻ കിടക്കുമ്പോൾ. മരിക്കാൻ കിടക്കുന്ന ഒരാൾ ദൈവമാണെന്നും ആ ദൈവം രാജാവാണെന്നുമുള്ള ഒരു വിശ്വാസം ആർക്കുണ്ടായി? ഈ കള്ളനുണ്ടായി. ആ വിശ്വാസമാണ് അവനെ പറുദീസ കൊടുത്തത്. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് പറുദീസ തരുന്നത്. വിശ്വാസവീരന്മാര് നല്ലൊരു നഗരത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ആ നഗരം അവർക്ക് കൊടുത്തു. എങ്ങനെ അത് കിട്ടിയത്? വിശ്വാസത്തിലൂടെയാണ്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസമില്ലാത്തവരുടെ മരണം വളരെ സങ്കടമായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും വോൾട്ടയർ എന്ന് പറഞ്ഞ തത്വജ്ഞാനിയിലേക്ക് വരാം. നിരീശ്വരവാദിയായ വോൾട്ടയറിൻ്റെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന നേഴ്സ് ഇപ്രകാരം പറഞ്ഞെന്നാണ് പറയുന്നത്, എത്ര പൈസ തന്നാലും വിശ്വാസമില്ലാത്ത ഒരാളുടെ മരണത്തിൽ ശുശ്രൂഷിക്കാൻ എന്നെ കിട്ടത്തില്ല. വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആശീർവദിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുള്ളൂ. ആശീർവദിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ വിശ്വാസിയായിരിക്കണം. വീണ്ടും നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ തന്നെ നോക്ക്, ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് ആശീർവദിച്ചു, അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു. യാക്കോബ് യോസഫിൻ്റെ മക്കളായ രണ്ടുപേരെയും അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു. അനുഗ്രഹിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ വിശ്വാസം വേണം. നമുക്കൊന്നും ഇന്ന് അനുഗ്രഹിച്ച് മരിക്കാനുള്ള സമയം കിട്ടത്തില്ലല്ലോ. നമ്മൾ ഒരിക്കലും വീട്ടിൽ കിടന്ന് മരിക്കാറില്ലല്ലോ. കുട്ടികളുടെ അടുക്കൽ വെച്ച് മരിക്കാൻ സാധിക്കുന്നില്ലെന്ന്. അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു പൂർവ്വപിതാക്കന്മാർ. ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. യാക്കോബ് യോസഫിൻ്റെ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. ആശീർവദിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുക. യേശുക്രിസ്തു മരിച്ചത് അനുഗ്രഹിച്ചുകൊണ്ടാണ്. കാൽവരി ക്രൂശിയിൽ യേശു അനുഗ്രഹിച്ചുകൊണ്ട് മരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് മരിക്കാനൊക്കത്തുള്ളൂ. ആശീർവാദം കൊടുത്ത് മരിക്കുക. ആശീർവാദം കൊടുക്കണം. നമ്മൾ കണ്ടുമുട്ടുമ്പോൾ വല്ല ആശീർവാദം കൊടുക്കാറുണ്ടോ? യഹൂദന്മാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സമാധാനമെന്ന ആശീർവാദം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഷാലോം. വിശുദ്ധ കുർബാനയിൽ വൈദികൻ എത്രയോ പ്രാവശ്യമാണ് ഷാലോം പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന്. എന്നാൽ ഷാലോം എന്ന വാക്ക് ഒരു വെറും സമാധാനമല്ല. എന്തൊക്കെയാണ്? പ്രോസ്പിരിറ്റി ഉണ്ടാകട്ടെ എന്നാണ്. നിങ്ങൾക്ക് പീസ് ഉണ്ടാകട്ടെ എന്നാണ്. നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്നാണ്. നിങ്ങൾക്ക് ആന്തരികവും ശാരീരികവും മാനസികവുമായി സൗഖ്യമുണ്ടാക്കട്ടെ എന്നൊരാശംസയാണ് നിങ്ങൾക്ക് സമാധാനം തരിക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ സമാധാനം തരുമ്പോൾ നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി ഉണ്ടാകണം, നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകണം, നിങ്ങൾക്ക് സമാധാനമുണ്ടാകണം എന്നൊക്കെയുള്ളൊരു ആശീർവാദമാണ്. അത് സ്വീകരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? പരസ്പരം നല്ലത് പറയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് വാക്കുകൾ നിർത്തുകയാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി മരണാസന്നനായി കിടന്ന ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. വലിയ പ്രാർത്ഥനയൊന്നും അദ്ദേഹം നടത്തിയില്ല. ഒറ്റ ആശംസയെ കൊടുത്തുള്ളൂ, നല്ലത് ഭവിക്കട്ടെ, ഗുഡ് ലക്ക്. പരസ്പരം കാണുമ്പോൾ ഗുഡ് ലക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അല്ലേ? ആരോടാ പറയുന്നത്? നമുക്ക് പരസ്പരം കണ്ടാൽ മിണ്ടാൻ തോന്നുന്നില്ല, പിന്നെ എങ്ങനെ ഗുഡ് ലക്ക് പറയുന്നു? നല്ലത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഒറ്റ ആശംസ പ്രാർത്ഥനയിൽ ഈ കുട്ടിയുടെ അസുഖം മാറിയെന്നാണ് പറയുന്നത്. ആത്മാർത്ഥമായ ഒരാശംസ പല അസ്വസ്ഥതകളെയും മാറ്റും. അങ്ങനെ അസുഖം മാറി ഈ ആള് വിശുദ്ധനായ ഒരു മനുഷ്യനായി പിന്നെ മാറി. ബോനാവെഞ്ചർ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധനായ ആളായി പിന്നെ മാറുകയാണ്. ഈ നമുക്കൊരു ആശംസ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രചോദനമാണ്. ജീവിക്കാനുള്ളൊരു പ്രചോദനം കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിനൊരു ഉണർവ് കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിനൊരു നിർമ്മലത കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിനൊരു ആശ്വാസം കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിനൊരു സന്തോഷം കിട്ടുകയാണ് ചില ആശംസകളെന്ന് പറയുന്നത്. മരിക്കാൻ കിടക്കുമ്പോൾ പാപി സംബന്ധമായി ആശ്വസിപ്പിക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. മരിക്കാൻ കിടക്കും നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ നമ്മുടെ വല്യപ്പച്ചന്മാരുടെ അനുഗ്രഹം കിട്ടി അവർ മരിക്കാവൂ. പണ്ടങ്ങനെ ചെയ്യുമായിരുന്നു. പണ്ട് ഒരു 50 കൊല്ലത്തിന് മുമ്പ് അപ്പനമ്മമാർ കൊച്ചുകുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചിട്ടാണ് മരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് നടക്കുന്നില്ല. ഒരാശീർവാദം കിട്ടണം.
പരസ്പരം ഒരു സമാധാനം പറയണം. ഈ സമാധാനം നമുക്ക് കിട്ടുന്ന പ്രചോദനം വളരെ വലുതാണ് പ്രിയരെ. നമുക്ക് കിട്ടുന്ന ഒരു നിറവുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു നിർമ്മലതയുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് വലുതാണ്. അതുകൊണ്ട് പരസ്പരം ആശീർവാദം പറയുവാൻ നമുക്ക് സാധിക്കണം. യാക്കോബ് കൊണ്ട് മരിക്കുമ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് മരിക്കണം. സ്തേഫാനോസിൻ്റെ മരണം നമുക്കറിയാം. സ്തേഫാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടമെന്നാണ്. മരിച്ച് കിരീടം പ്രാപിച്ച ആളാണ്, ദൈവത്തിൽ വിശ്വസിച്ച് മരിച്ച ആളാണ്, അല്ലേ? ദൈവത്തെ കണ്ടുകൊണ്ട് മരിച്ച ആളാണ്. എങ്ങനെ ദൈവത്തെ കണ്ട്? സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ നിൽക്കുന്നതുമായ മനോഹരമായൊരു ദൃശ്യം കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചു സ്തേഫാനോസിന്. അങ്ങനെ മരിക്കാൻ കഴിഞ്ഞത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. മരിക്കുമ്പോൾ ദൈവത്തെ കണ്ട് മരിച്ചാൽ സ്വർഗത്തിൽ പോകാം. പക്ഷേ വിശ്വാസമില്ലാതെ മരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ കണ്ട് മരിക്കാനൊക്കത്തില്ല. പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടോ മരിക്കാനൊക്കത്തില്ലെന്ന് പറയാം. അനുഭവമില്ല എനിക്ക് കേട്ടോ, അനുഭവം വരുമ്പോൾ പറയാം. നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ സമയത്താണല്ലോ. മരിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വാസമില്ലാത്തവർ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ട് മരിക്കുമെന്നാണ്. പക്ഷേ വിശ്വാസമുള്ളവർ ദൈവത്തെ കണ്ടുകൊണ്ട് മരിക്കും. ദൈവത്തെ കൊണ്ട് മരിക്കുന്നവർക്ക് സ്വർഗീയ അനുഭവമാണ് കിട്ടുന്നത്. ക്ഷമിച്ചുകൊണ്ട് മരിക്കുന്നവർക്ക് സ്വർഗീയ അനുഭവമുണ്ട്. സ്തേഫാനോസ് ക്ഷമിച്ചുകൊണ്ട് മരിച്ചു. ക്ഷമിച്ചുകൊണ്ട് മരിച്ചതുകൊണ്ട് സ്വർഗരാജ്യം കിട്ടി. അതുകൊണ്ട് ക്ഷമിച്ചേക്കണേ. ഇന്ന് തന്നെ വീട്ടിൽ പോയി ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ എടുത്ത് പറഞ്ഞേക്ക് എന്നോടൊന്ന് ക്ഷമിച്ചേക്കാൻ കേട്ടോ. ക്ഷമിച്ചു വേണ്ട. എപ്പോഴാണ് മരിക്കുന്നത് അറിയത്തില്ലല്ലോ. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് അറിയാമോ? അതുകൊണ്ടാണ് എന്നും കന്യാമറിയാമിൻ്റെ പ്രാർത്ഥന ചൊല്ലണമെന്ന്. കൃപ നിറഞ്ഞ മറിയമേ എന്നും ചൊല്ലുമോ? എന്തിനാ അത് ചൊല്ലുന്നത്? ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ ഒന്ന് കൂട്ടുണ്ടാകണമെന്നാണ്. കന്യാമറിയാമോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ ഒന്ന് കൂട്ടുണ്ടാകണത്. മരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയോ പിള്ളേരോ ഒക്കെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. ആര് കാണും? പരിശുദ്ധന്മാർ കാണും, ദൈവം കാണും, മറിയം കാണും. അതുകൊണ്ട് മറിയമ്മിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് ഓർത്തേക്കണം, മരിക്കുന്ന സമയത്ത് കൂടെ നിന്നേക്കണം, കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് എന്നും പ്രാർത്ഥിച്ചോണം. ആരെങ്കിലുമൊക്കെ കാണണം നല്ലവരും മരിക്കുന്ന സമയത്ത്. ക്ഷമിച്ചുകൊണ്ട് മരിക്കണം, വിശ്വസിച്ചുകൊണ്ട് മരിക്കണം. അവർക്കാണ് സ്വർഗരാജ്യം കിട്ടുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞ്. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമാണ്. ശത്രുക്കളെ നിശേഷം പരാജിതമാക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് രഹസ്യങ്ങളിലേക്കുള്ള ഒരു വാതിലാണ്. പ്രാർത്ഥനകൾക്ക് നൽകുന്ന ചിറകുകളാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പരിമളത്തിനുയുടെ മധ്യസ്ഥതയിൽ ചങ്ക് തകർന്ന് ചെങ്കൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. അവസരം തന്ന പ്രിയപ്പെട്ട എൽദോ അച്ഛനോടും അത്തുക്കുട്ടി അച്ഛനോടും മറ്റെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.